മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ മലക്കുകൾ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അവർ കേൾക്കുന്നുണ്ടല്ലോ പ്രാർത്ഥന. ആ ചോദ്യം ഒരുപാട് ആക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യം വരാനുള്ള കാരണം എന്റെ സൂപ്പർ ബസാർ മുഖാമുഖവുമാണ്. റഖീബ് അത്തീദിനോട് പ്രാർത്ഥിച്ചാൽ അവര് പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കേൾക്കുന്നു മറ്റേയാള് പറഞ്ഞു. അപ്പൊ ആ ഭാഗത്തിൽ ചെറിയ വിശദീകരണത്തിന് കുറവുള്ളത് കൊണ്ട് പല ആൾക്ക് സംശയം കേൾക്കൂലേനാ. പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥന കേവലമായ പദങ്ങൾ കേൾക്കോ എന്നാണെങ്കിൽ മലക്കൾ മാത്രമല്ല പലരും കേൾക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് പ്രാർത്ഥിക്കാം അല്ലാഹുമ്മഗ്ഫിർലി, നമ്മളൊക്കെ കേട്ടില്ലേ? എല്ലാരും കേട്ടില്ലേ? അല്ലാഹുമ്മഗ്ഫിർലി ഞാൻ ഇപ്പൊ ചെയ്ത ദുആ ആണ്. ഈ ദുആ നിങ്ങളെല്ലാം കേട്ടു. അതുകൊണ്ട് ദുആ കേൾക്കുന്നവരാ നിങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ? ഭാഷാപരമായിട്ട് വേണമെങ്കിൽ പറയാം. മുപ്പത് ദുആ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ദുആ എന്നതിന് ഉപയോഗിച്ച ഈ പദങ്ങൾ ബാഹ്യമായ പദങ്ങൾ. ഈ പദമല്ല യഥാർത്ഥ ദുആ. ഈ പദമില്ലെങ്കിലും ദുആ ഉണ്ട്. മിണ്ടാൻ കഴിയാത്ത ഒരാളും പ്രാർത്ഥിക്കുന്നുണ്ട്, ചുണ്ടനക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഇബാദത്തിലും ഒരു ദുആ ഉണ്ട്. നോമ്പിൽ ദുആ ഉണ്ട്. ഉണ്ടോ? ദുആ അതാണ് ആരാധന. ഏത് ഇബാദത്തും ഇബാദത്താകണോ അതിൽ ദുആ വേണം. സ്വതക്ക ചെയ്യുമ്പോൾ അതിൽ ഒരു ദുആ ഉൾപ്പെടണം. ഓൻ ചൊല്ലിക്കോളുന്നില്ല, ഓൻ പ്രാർത്ഥിച്ചോളുന്നില്ല. പക്ഷെ ആള് കാണാൻ വേണ്ടി സ്വതക്ക ചെയ്തെങ്കിലോ സ്വതക്കാവൂല. പേരിന് വേണ്ടി കൊടുത്തെങ്കിലോ സ്വതക്കയാകൂല. കൂലിക്ക് വേണ്ടി കൊടുത്തെങ്കിലോ അള്ളാനെ കുരുട്ടാൻ വേണ്ടിയാണെങ്കിലോ സ്വതക്കയാകും. അപ്പൊ അവിടെ ദുആ ഉണ്ട്. ഈ ദുആ ആര് കേൾക്കും? അല്ലാഹ് കേൾക്കും. നോമ്പിൽ ഒരു ദുആയുണ്ട്. നോമ്പിൽ ഒരു ദുആയുണ്ട്. നോമ്പ് നോക്കുന്ന ആൾ ഒരു അക്ഷരം തുറന്നിട്ടില്ലെങ്കിലും നോമ്പ് നോമ്പാവണോ ഒരു ദുആയുണ്ട്. ഏതോ ജമാഅത്തിന്റെ പുസ്തകം വായിച്ചിട്ട് ഒരുത്തം വിശ്വസിച്ചു നോമ്പ് നോക്കി ആരോഗ്യം കൂടും, അതുകൊണ്ടോ നോമ്പ് പറ്റൂ. അത് നോമ്പാവോ? ആകൂല, നോമ്പാവൂല. കാരണം ഓൻ നോറ്റെന്തിനാ? ആരോഗ്യം കൂടാനാണ്. ആരോഗ്യം കൂടിക്കോളും ചിലപ്പോൾ, ഇല്ലെങ്കിൽ അത് വെറുതായും ചെയ്തു. അതേസമയം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നോമ്പ് നോറ്റു. ലഅല്ലക്കും തത്തഖൂൻ, ആർത്ത് നോറ്റാലോ നോമ്പാണ്. അപ്പൊ ഏത് ഇബാദത്തിന്റെ ഉള്ളിലും ഒരു ദുആയുണ്ട്. ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹദീസ് സ്വഹീഹല്ല. ആ ഹദീസ് മുഖുൽ ഇബാദത്ത് ഹദീസ് സ്വഹീഹല്ല. അപ്പൊ ദുആയാണ് എല്ലാ ആരാധനയുടെയും കാതലായ വശം. ആ ദുആ എല്ലാം കേൾക്കുന്നവൻ അല്ലാഹ് മാത്രം. ബാഹ്യമായി ഉപയോഗിച്ച പദങ്ങൾ ഒരു പക്ഷെ പലരും കേട്ടേക്കാം. എന്നാൽ ഖൽബിൽ നിന്നാണ് ദുആ വരിക. ഖൽബിൽ നിന്നാണ് ദുആ. ആ ദുആ ശ്രദ്ധിക്കാൻ, അത് കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ. അല്ലാഹ് സമീഉ ദുആ ആണ്, ദുആ കേൾക്കുന്നവൻ. ഒരു മനുഷ്യനോ ഒരു മലക്കോ ഒരു ജിന്നോ ഒരു ആൾ ദൈവമോ ഒരു മറ്റേതെങ്കിലും ഒരാളോ ഒരു ദുആ കേൾക്കുമെന്ന് പറഞ്ഞാൽ സമീഉ ദുആ എന്ന അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലായി മാറും. ദുആ ഒരാളും കേൾക്കില്ല. ദുആയുടെ പദങ്ങൾ കേട്ടേക്കാം. മാതാ അമൃതാനന്ദമയ്യന്റെ മുന്നിൽ ചെന്നിട്ട് കണ്ണ് കാണാത്ത മനുഷ്യൻ എന്റെ രണ്ട് കണ്ണിനും കാഴ്ച തരണേ എന്നയാൾ തേടി. ഈ തേട്ടത്തിനയാൾ ഉപയോഗിച്ച വാക്കുകൾ അമൃതാനന്ദമായി കേൾക്കും. ഇവന് ദുആ കേൾക്കാൻ കഴിയില്ല. ദുആ ഖൽബിലാണ്. ഒരു പക്ഷെ അവളെ മുമ്പ് പോയിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം, തോൽക്കണ പോലെ. ഒരു ഭക്തിയില്ല, അവരൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ അവിടെ പോയിട്ട് അഭിനയിക്കാം. പിന്നെ ഉള്ളെന്താന്ന് അറിയാന് അവർക്ക് കഴിയില്ല. തേട്ടം ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തേട്ടത്തിന് ഉത്തരവും ആ അർത്ഥത്തിലാണ് വരേണ്ടത്. അതും റബ്ബിൽ നിന്നാണ്.